നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ ഇടവൻ രാശിക്കാർക്ക് വളരെ സവിശേഷമായ ഒന്നാണ്. കർമ്മഫലദാതാവായ ശനി വക്രഗതിയിലാവുകയാണ്. ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ശനി വക്രഗതിയിൽ തുടരും. ഏകദേശം 138 ദിവസത്തേക്ക്. ഈ 138 ദിവസത്തെ ശനിയുടെ വക്രഗതി ഇടവൻ രാശിക്കാരായ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ശനി എല്ലാ വർഷവും വക്രഗതിയിലാകാറുണ്ട്. 138 ദിവസം മുതൽ 145 ദിവസം വരെ സാധാരണയായി ശനി വക്രഗതിയിൽ ഉണ്ടാകാറുണ്ട്. മിക്കപ്പോഴും ജൂൺ അവസാനത്തിലോ ജൂലൈ പകുതിയോടെയോ ആണ് ഇത് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് ഇതൊരു വലിയ നെഗറ്റീവ് കാര്യമാണെന്ന് കരുതേണ്ടതില്ല. ശനി ഏത് ഭാവത്തിലാണ് വക്രഗതിയിലാകുന്നത്, ഏത് നക്ഷത്രത്തിലാണ് വക്രഗതിയിലാകുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നിവയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇടവൻ രാശിക്കാരായ നിങ്ങൾക്ക് ഈ 138 ദിവസം എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായി പരിശോധിക്കാം. ആദ്യം തന്നെ വക്രഗതി എന്നാൽ എന്താണെന്ന് നോക്കാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനി പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്നതിനെയാണ് വക്രഗതി എന്ന് വിളിക്കുന്നത്. ഇത് ഗ്രഹങ്ങൾ തമ്മിലുള്ള വേഗതയിലുള്ള വ്യത്യാസം മാത്രമാണ്. ഇപ്പോൾ ശനി നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വക്രഗതിയിലാകുന്നതിന്റെ അർത്ഥം ആ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ ഗ്രഹം വളരെ ഗൗരവമുള്ളതാകുമെന്നാണ്. ആ ഭാവവുമായി ബന്ധപ്പെട്ട് മുൻപ് ബാക്കി വച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് 11ാം ഭാവം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ലാഭത്തിന്റെയും മുതിർന്ന സഹോദരങ്ങളുടെയും കാമഭാവനയുടെയും ഭാവമാണ്. ഇതിനെ ലാഭസ്ഥാനമെന്നും വിളിക്കുന്നു. ഇതിനോടകം ഇടവൻ രാശിക്കാർ എന്തൊക്കെ കാര്യങ്ങൾക്കായി ശ്രമിച്ചിരുന്നോ, എന്തിനൊക്കെ പിന്നാലെ ആയിരുന്നോ, ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരും. ബാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് വക്രഗതി കൊണ്ട് അർത്ഥമാക്കുന്നത്. 11ാം ഭാവത്തിൽ ശനി വക്രഗതിയിലാകുമ്പോൾ വക്രശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയായ ഇടവത്തിൽ പതിക്കും. മറ്റൊന്ന് നിങ്ങളുടെ 5ാം ഭാവത്തിലും പിന്നെ നിങ്ങളുടെ 8ാം ഭാവത്തിലും പതിക്കും. 11ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലാഭമുണ്ടാകും. പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെങ്കിലും രീതിയിലുള്ള വളർച്ച നിങ്ങൾക്കുണ്ടാകും. ശനി വക്രഗതിയിലാകുമ്പോൾ ഇരുമ്പ് സംബന്ധമായ എന്തെങ്കിലും വസ്തുക്കൾ അല്ലെങ്കിൽ യന്ത്രങ്ങളോ വാഹനങ്ങളോ വാങ്ങാൻ ഇടവൻ രാശിക്കാർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള യോഗം ഈ സമയത്തുണ്ടാകും. ബുധന്റെ നക്ഷത്രമായ രേവതിയിലാണ് ശനി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ബുധൻ നിങ്ങളുടെ 5ാം ഭാവത്തിന്റെയും 2ാം ഭാവത്തിന്റെയും അധിപനാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ ഗൗരവമുള്ളവരാകും. നിങ്ങളുടെ പരിശ്രമങ്ങൾ വർദ്ധിക്കും. പഠനകാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകും. ഇനി വിവാഹിതരായ ആളുകളുടെ കാര്യം നോക്കിയാൽ, നിങ്ങൾ കുറെ നാളുകളായി ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നും ആലോചിച്ചിരുന്നില്ലെങ്കിൽ അങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരും. ഈ സമയത്ത് അതിനുള്ള യോഗം വളരെ നല്ലതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ശനി ഭാഗ്യത്തിന്റെയും കർമ്മത്തിന്റെയും അധിപനായാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി പിണക്കങ്ങൾ ഉണ്ടാക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നിവയൊക്കെ ഉണ്ടാകും. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന രീതിയിലുള്ള വാശി കാണിക്കും. അങ്ങനെയുള്ള സ്വഭാവം വരുന്നത് കൊണ്ട് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിൽ പതിക്കുന്നത് അമിതമായ ചിന്തയ്ക്ക് കാരണമാകും. ചിന്തിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടും. യാതൊരർത്ഥവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. കൂടാതെ ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 8ാം ഭാവത്തിലുമുണ്ട്. അതുകൊണ്ട് നിഗൂഢമായ അറിവുകൾ വർദ്ധിച്ചേക്കാം. നിങ്ങൾ റിസർച്ചിലോ ശാസ്ത്രമേഖലയിലോ ഉള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ മികച്ച സമയമാണ്. എങ്കിലും വളരെ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ വൈകാനും സാധ്യതയുണ്ട്. കാരണം 1ാം ഭാവത്തിലേക്കാണ് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ സാധ്യമാകും, പക്ഷെ അതിനായി അല്പം കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. 11ാം ഭാവത്തിൽ ശനി വക്രഗതിയിലാകുമ്പോൾ 10ാം ഭാവത്തിന്റെ ഫലമായി നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് കാണാം. നിങ്ങൾക്ക് സ്ഥലമാറ്റം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ഒക്ടോബർ 9 ശനി 11ാം ഭാവത്തിൽ സ്വന്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിങ്ങളുടെ കരിയറിന് വളരെ മികച്ചതായിരിക്കും.
ഒന്നുകിൽ ജോലി മാറുന്നതിനോ പുതിയ ജോലി ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നല്ല വാർത്തകൾ ലഭിക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട്. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കാലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. കാരണം ശനി 5-ാം ഭാവത്തെയാണ് നോക്കുന്നത്. 5-ാം ഭാവം വയറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇടവൻ രാശിക്കാരായ നിങ്ങൾ ദിവസവും ശുക്രസ്തോത്രം 108 തവണ ജപിക്കുക. ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ഇടവൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.